ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സങ്കടം പള്ളിയിൽ യുവാക്കൾ കുറഞ്ഞു പോവുകയാണ്. പള്ളിയിൽ യുവാക്കളൊന്നും അത്ര ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ലിറ്ററേച്ചർ കാര്യങ്ങൾക്കില്ല. അതൊരു സങ്കടമായിട്ട് എല്ലാ പള്ളികൾക്കും ഉണ്ട്. നമ്മുടെ ഒരു പുതിയ തലമുറ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അല്പം ഒരു വിമുഖത കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ വളരെ ശക്തമായിട്ടുണ്ടാകുന്നുണ്ട്. വെറുതെ ഒന്ന് മതബോധന ക്ലാസ് എടുത്ത് നോക്കിയാൽ മതി. കുട്ടികളുടെ എണ്ണത്തിൻ്റെ കുറവ്, അവർ വരാത്തതിൻ്റെ കാരണത്തിന് എക്സ്ക്യൂസ്, ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത്ര ഒരു ആഴം ഉണ്ടാകാറില്ല. എന്തായിരിക്കും കാര്യം? നമ്മൾ മതബോധനം പഠിപ്പിക്കുന്നത് ഓക്കെയാണോ? വരാത്ത കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് വരുന്നില്ലെന്ന് ചിന്തിക്കണ്ടേ? അതോ പള്ളിയിൽ അച്ഛൻ പറയുന്ന കുട്ടികൾക്കായുള്ള കുർബാനയിലെ പ്രസംഗം അപ്പീലിംഗ് ആകുന്നുണ്ടോ? എവിടെയാണ് പ്രശ്നം? ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. സുവിശേഷത്തിൻ്റെ ഏറ്റവും അവസാനം ഒരു ഉപമ പറയുന്നുണ്ട്. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞ് തോൽക്കുടത്തിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്യും. യേശു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഓൾഡ് ജനറേഷൻ ആളുകൾ നിങ്ങൾ പഠിച്ച രീതിയിൽ മതബോധനം പഠിപ്പിക്കരുത്. നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതുപോലെ ഇപ്പോഴുള്ള ജനറേഷന് പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ പഴയ തോൽക്കുടമാണ്. ഇപ്പോഴത്തെ പുതിയ തോൽക്കുടത്തിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ വിളമ്പിയാൽ കാര്യം പിളർന്നു പോകും, മനസ്സിലാകില്ല, നഷ്ടമായി പോകും, ഗുണമില്ല. അതാണ് യേശു പറയുന്നത്. പുതിയ കാലഘട്ടത്തിൻ്റെ രീതിയിൽ നിങ്ങൾ സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? മതബോധനം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ദൈവത്തെ അവതരിപ്പിക്കുന്നുണ്ടോ? അതാണ് ഇന്നത്തെ ചോദ്യം. പഴയ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ വെറും വാക്കുകളായിട്ടേ നിൽക്കത്തുള്ളൂ. നമ്മുടെ വീട്ടിലെ കുഞ്ഞ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സിലെ മതബോധന കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നില്ല, അവർ സ്ഥിര ആബ്സെൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇടവകപ്പള്ളിയിലെ കുട്ടികളും ഈ വാക്കുകളൊക്കെ പള്ളിയിൽ നിന്ന് അകലുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓർക്കണം, തെറ്റ് നമ്മുടെ ഭാഗത്താണ്. നമ്മളിപ്പോഴും പഴയ തോൽക്കുടമാണെന്നും അവർ പുതിയ തോൽക്കുടമാണെന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. പുതിയ തോൽക്കുടത്തെ പുതിയ തോൽക്കുടമായി കണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്താൽ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.